ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വൈകാതെ അപ്രത്യക്ഷമായേക്കാം. പരമ്പരാഗത ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ ഇനി ഭാവിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ബസ് വേൾഡ് ഇന്ത്യ കോൺക്ലേവ് 2025 സംസാരിക്കവേ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ വലിയ മാറ്റത്തിന് ഉടൻ തയ്യാറെടുക്കാൻ രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൈവ ഇന്ധനങ്ങൾ, CNG, LNG, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിലേക്ക് കമ്പനികൾ വേഗത്തിൽ മാറണമെന്നാണ് മന്ത്രിയുടെ പ്രധാന ആവശ്യം. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം രാജ്യത്ത് രണ്ട് വലിയ പ്രതിസന്ധികളാണ് നിലവിൽ സൃഷ്ടിക്കുന്നത്. ഒന്ന്, രാജ്യത്തിന് താങ്ങാനാവാത്ത വലിയ തോതിലുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയാണ്. മറ്റൊന്ന്, അതിരൂക്ഷമായിട്ടുള്ള പരിസ്ഥിതി മലിനീകരണവും. അതിനാൽ ഈ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഹൈഡ്രജൻ വാഹനങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ 10 റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രക്കുകളും ബസ്സുകളും പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, വോൾവോ, അശോക് ലൈലാൻഡ്, മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ഇതിനോടകം തന്നെ ഹൈഡ്രജൻ വാഹനങ്ങളുടെ പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ തന്നെയാണ് രാജ്യത്തിന്റെ ഭാവിയുടെ ഇന്ധനം എന്നാണ് ഗഡ്കരി ഉറപ്പിച്ചു പറയുന്നത്. ഇതിനു പുറമെ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളുടെയും എഥനോളിന്റെയും ഉപയോഗം വർദ്ധിപ്പിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. കാർഷിക വിളകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കും. ഹരിത ഇന്ധനങ്ങൾക്കൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ സുരക്ഷയിലും പുതിയ നിയന്ത്രണങ്ങൾ വരികയാണ്. ഇനി മുതൽ വാഹനങ്ങളുടെ സുരക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്താൻ ബസ് നിർമ്മാതാക്കളെ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. പകരം എല്ലാ രജിസ്ട്രേഷൻ വിവരങ്ങളും വാഹൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുകയും വേണം. കമ്പനികൾ കേവലം ചെലവ് ചുരുക്കുന്നതിന് പകരം വാഹനങ്ങളുടെ ഗുണനിലവാരത്തിലും യാത്രക്കാരുടെ സുരക്ഷയിലുമാകണം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 1.5 ലക്ഷത്തോളം ഇലക്ട്രിക് ബസ്സുകളുടെ ആവശ്യം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ, ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ വാഹന നിർമ്മാതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം.